അപ്പം നിങ്ങൾക്ക് മറ്റേ ആ എൻ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഈ ഒരു ആംഗിളും L1 ഇതാണ്, L2 ഇതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ എൻ പ്ലെയിൻ്റെ ഇത് തൊട്ട് ഇതുവരെയുള്ള നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ സംഭവം? ഇത് x² + y² ആണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോ, എന്ന് പറയുന്നത് നോക്കിക്കോ, ഈ ഇസഡ് പ്ലെയിനിലാണ് നമ്മുടെ എക്സ് കണ്ട. ഇവിടെ ഒരു എക്സ് ഉണ്ട്, വൈ ഉണ്ട്, തൊട്ട് മുകളിൽ ഇസഡ് ഉണ്ട്. അപ്പം ഇതിൻ്റെ നോക്കിക്കോ, ഞാൻ വേറെ കളർ വെച്ച് കാണിച്ചു തരാം. നോക്കിക്കോ, ഒരു ഗ്രീൻ കളർ കാണിച്ചു തരാം, അല്ലെ ഗ്രീൻ കളർ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇസഡ് പ്ലെയിൻ, സോറി, ഇത് ഇസഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അപ്പം ഇസഡ് ആക്സിസ് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നോക്കിക്കോ, ഈ ഇത്രയും ലെന്ത് നമുക്ക് കിട്ടിയിട്ടില്ലേ നേരത്തെ എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് എൻഡ് എഫക്ടർ വരെയുള്ള ആക്സിസ് ആണ്. ഓക്കെ, ഈ എൻഡ് എഫക്ടർ കിട്ടി നമുക്ക് എന്താ, ഇതിൻ്റെ നീളം കിട്ടി നമുക്ക്. ഓക്കെ, ഇതിൻ്റെ നീളം കിട്ടി എത്ര? x² + y², അതാണ് ഇതിൻ്റെ നീളം. ഓക്കെ, എന്ന് പറയുമ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ x² + y². പിന്നെ ഇസഡ് ആക്സിസും കിട്ടി നമുക്ക്. ഇതിൻ്റെ ഈ ഇസഡ് ആക്സിസ് സംഭവം നീളം കിട്ടിയ കാര്യം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ നമുക്ക്. നമ്മുടെ റോബോട്ടിൻ്റെ നോക്കിക്കോ, ഇത് ഒരു ഇസഡ് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനെ നമ്മൾ താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, ഒരു ഇസഡ് ഓഫ്സെറ്റ് ചെയ്തിട്ട് Z1, സപ്പോസ് Z1 ഹൈറ്റിൽ ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ ആക്സിസ് സിസ്റ്റം മനസ്സിലാകുന്നതായിരിക്കുന്നു. അതുകൊണ്ടാണ് Z1 എന്ന് വരച്ചേക്കുന്നത്. നമുക്ക് Z1 നോണാണ്, x² + y² നോണാണ്. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യും. നമ്മൾ റോബോട്ടിൻ്റെ ഗ്രൗണ്ട് തൊട്ട് റോബോട്ടിൻ്റെ ബേസ് വരെയുള്ള എന്ന് പറയുമ്പോൾ ആ സെറോ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ലിങ്ക് 1 മോട്ടർ നടുക്കുവരെയുള്ള സെൻറ്റർ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് അളന്ന് വെക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. ഇത് L1 കിട്ടി, പിന്നെ ഇത് L2 കിട്ടി, ഞാൻ കാണിച്ചു തരാം. ഇത് L1 കിട്ടി, ഇത് L2 കിട്ടി, പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസും കിട്ടിയില്ലേ, ഇതും കിട്ടി കാണും. എങ്ങനെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തതിന് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് C എന്ന് വല്ലതും എടുക്കുക ഈ ഡിസ്റ്റൻസ്. C = എന്താണ്, C² = Z1² + x² + y². ഓക്കെ, അതാ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. C² + Z1² + x² + y² എന്നൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ C എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കൊസൈൻ റൂൾ എന്ന് പറയുന്ന റൂൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് θ2 അല്ലേ മെയിൻ മോട്ടീവ്. നിങ്ങൾക്ക് ഈ L1 കിട്ടി, L2 കിട്ടി, സിയും കിട്ടി. ഓക്കെ, സിയും കിട്ടി, സി ഇതാ ഇങ്ങനെ കിട്ടി. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ. ഏത് കൊസൈൻ റൂൾ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. എന്ന് പറയുമ്പം ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ തന്നെ വരച്ചു തരാം. നോക്കിക്കോ, ഈ ട്രയാങ്കിൾ ഇങ്ങനെ വന്നിട്ട് ട്രയാങ്കിൾ ഇങ്ങനെ വന്ന് L1, അതായത് ലെന്ത് L1 ഇങ്ങനെയല്ലേ ഏകദേശം ഇരിക്കുന്നത്. ഞാൻ ആ ട്രയാങ്കിൾ എടുത്ത് മാറ്റി വരയ്ക്കുകയാണേ. ജോയിൻ ചെയ്തു. ഇത് L1, ഇത് L2, ഇത് C. നിങ്ങൾക്ക് ഈ ആംഗിൾ കിട്ടണമെങ്കിൽ θ2 എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടണമെങ്കിൽ കൊസൈൻ റൂൾ ഉപയോഗിച്ചൂടെ? θ2 = എന്നിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നിങ്ങളത് നോക്കി. θ2 = ഫസ്റ്റ് എന്താണ്, C²